കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അകത്തുള്ള ഡ്യൂട്ടീസ് എങ്ങനെ ഡെലിഗേറ്റ് ചെയ്തേക്കുന്നു, ഡിഫറെൻറ്റ് അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടേഴ്സും ഡെപ്യൂട്ടി ഇൻസ്പെക്ടേഴ്സിനും എങ്ങനെ ഡ്യൂട്ടി ഡെലിഗേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി അതുകൂടാതെ നമുക്ക് ഓരോ ഓഫീസുകളുണ്ടല്ലോ, ഇപ്പോൾ അതിൽ പറഞ്ഞു, അതിൽ ഓർഗനൈസേഷൻ ചാർട്ടും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. നമുക്ക് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഐ മീൻ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട്, പിന്നെ ഒരു ഡിസ്ട്രിക്റ്റിൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്രൂവൽസിന് പോകുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള സംശയം ഇത് ഏത് ഈ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഏതിലേക്കാണ് പോകേണ്ടത്, ഏത് കാര്യങ്ങൾക്കൊക്കെ അപ്രൂവലിന് പോകേണ്ടത് എന്നൊക്കെ ഡൗട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ചീഫ് ഓഫീസിൽ പോകുന്ന ഇലക്ട്രിസിറ്റി ആക്ട് 2003 റെഗുലേഷൻസൊക്കെ പ്രകാരം scrutiny of schemes pertaining to new EST installations, issue of scheme approval and other sanctions. അതായത് നമ്മൾ EST പോലത്തെ അപ്രൂവൽസിനൊക്കെ എന്തായാലും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തന്നെ പോകണം. ഇഷ്യൂ ഓഫ് സ്കീം അപ്രൂവൽ ആൻഡ് ഇഷ്യൂ ഓഫ് സാങ്ഷൻ ഓഫ് എനർജൈസേഷൻ പെർട്ടൈനിങ് ടു ST ഇൻസ്റ്റലേഷൻ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി അബവ് 1000 kVA. അപ്പോൾ 1000 kVA അബവ് ഉള്ള ട്രാൻസ്ഫോമറിൻ്റെ എനർജൈസേഷൻ സാങ്ഷനും നമ്മൾ ഇവരെ തന്നെ സമീപിക്കണം. അപ്പോൾ അതിൻ്റെ റെഗുലേഷൻ എഴുതിയതിൻ്റെ 43 പ്രകാരമാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പം ന്യൂ ST ഇൻസ്റ്റലേഷൻ ഹാവിങ് ഫർണസ് ആൻഡ് റെക്ടിഫയർ ലോഡാണെങ്കിലും നമ്മൾ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റാണ് പോകുന്നത്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നുണ്ട്. ലോഡ് കപ്പാസിറ്റി നോക്കാതെ തന്നെ ഉള്ള കേസ് അവർ പറയുന്നുണ്ട്. ഇഷ്യൂ ആൻഡ് അപ്രൂവൽ ഓഫ് ഓൾ ST ജനറേറ്റർ ആൻഡ് MV ജനറേറ്റർ കപ്പാസിറ്റി അബവ് 1000 kVA. അപ്പോൾ ജനറേറ്റർ ST ആൻഡ് MV എബവ് 1000 kVAക്ക് ഉള്ള അപ്രൂവൽസും ഇവരോട് തരുന്നത്. അപ്പോൾ അതിൻ്റെ റെഗുലേഷനാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ആസ് പെർ 32 എന്നൊക്കെ പറഞ്ഞ ഓരോ റെഗുലേഷൻ ക്ലോസുകളാണ് ഇതിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 1000 kVA ട്രാൻസ്ഫോമർ, 1000 kVA ജനറേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെൻട്രൽ ഇൻസ്പെക്ടറേറ്റാണെന്ന് മനസ്സിലാക്കാം. പിന്നെ സ്ക്രൂട്ടിനി ഓഫ് സ്കീംസ് ഓഫ് AC തിയേറ്റേഴ്സ്, ഇഷ്യൂ ഓഫ് സ്കീം അപ്രൂവൽ ആൻഡ് D സർട്ടിഫിക്കറ്റ് അണ്ടർ റൂൾ 16, ഇതെല്ലാം സെൻട്രൽ ഇൻസ്പെക്ടറേറ്റിലാണ് പോകേണ്ടത്. ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ആക്ടിൽ ഉള്ള എല്ലാ ഫങ്ഷൻസും ഇവർ പെർഫോം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായിട്ട് വേറെ വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും, എന്തൊക്കെ ഡ്യൂട്ടീസ് എന്നുള്ളത്. ജനറൽ ഓൾ ഫങ്ഷൻസ് ദാറ്റ് ആർ സ്പെസിഫിക്കലി ഡെലിഗേറ്റഡ് ടു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് അണ്ടർ സെക്ഷൻ 2 ബിലോ. ഇനി നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഓഫീസിൽ ഉള്ള ഇൻസ്പെക്ടേഴ്സിന് ഡെലിഗേറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സ്ക്രൂട്ടിനി ചെയ്യാൻ പറ്റുന്ന സ്കോപ്പുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പെടാത്തതെല്ലാം ചീഫ് ഓഫീസിലേക്ക് പോകുന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഓഫീസുകളിൽ ഇഷ്യൂ ഓഫ് സ്കീം അപ്രൂവൽ ആൻഡ് ഇഷ്യൂ ഓഫ് സാങ്ഷൻ ഓഫ് എനർജൈസേഷൻ പെർട്ടൈനിങ് ടു ST ഇൻസ്റ്റലേഷൻ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫോമർ അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 1000 kVA വരെയുള്ളതിന് അപ്രൂവൽ കൊടുക്കാനുള്ള അതാണ് നമ്മുടെ ഇവിടെ വരുന്നത്, നമ്മുടെ ഡിസ്ട്രിക്റ്റ് വൈസ് വരുന്നത്. എൻ്റെ റെഗുലേഷൻ 43, ആസ് പെർ റെഗുലേഷൻ 43 ആണ്. CEA റെഗുലേഷൻ 43 2010 പ്രകാരം ഇഷ്യൂ ഓഫ് സ്കീം അപ്രൂവൽ ആൻഡ് ഇഷ്യൂ ഓഫ് സാങ്ഷൻ ഓഫ് ഓൾ MV ജനറേറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റി അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 1000 kVA. അപ്പോൾ 1000 kVA വരെയുള്ള ജനറേറ്ററും MV ജനറേറ്റേഴ്സിൻ്റെ അപ്രൂവൽസിനും നമ്മൾ ഇവരെ സമീപിക്കാം ഡിസ്ട്രിക്റ്റ് വൈസ്. അത് ആസ് പെർ റെഗുലേഷൻ 32 ആണ്. CEA റെഗുലേഷൻ 32 പ്രകാരമാണ്. ഇഷ്യൂ ഓഫ് സാങ്ഷൻ ഫോർ എനർജൈസേഷൻ ഓഫ് ഓൾ MV ജനറേറ്റേഴ്സ് ഇൻസ്റ്റാൾഡ് ഇൻ ഗ്രൗണ്ട് അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 1 MVA. അപ്പോൾ 1 MVA അല്ലെങ്കിൽ 1000 kVA വരെയുള്ള ജനറേറ്ററിൻ്റെ എനർജൈസേഷൻ സാങ്ഷൻ, MV ജനറേറ്റേഴ്സിൻ്റെ എനർജൈസേഷൻ സാങ്ഷൻ ഗ്രൗണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത ജനറേറ്ററിൻ്റെ സാങ്ഷനാണ് പറയുന്നത്. ഇഷ്യൂ ഓഫ് സാങ്ഷൻ ഓഫ് MV ജനറേറ്റർ ഇൻസ്റ്റാൾഡ് അബവ് ഗ്രൗണ്ട് കപ്പാസിറ്റി അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 1 kVA. അപ്പോൾ എബവ് ആൻഡ് ഗ്രൗണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് ജനറേറ്ററിൻ്റെ 1000 kVA വരെയുള്ള ജനറേറ്റർ അല്ലെങ്കിൽ 1 MV വരെയുള്ള ജനറേറ്ററിൻ്റെ സാങ്ഷൻ ഉള്ള കേസാണ് പറയുന്നത്. എനർജൈസേഷൻ സാങ്ഷനും ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമാണ് പറയുന്നത്. ഇഷ്യൂ ഓഫ് സാങ്ഷൻ ഫോർ എനർജൈസേഷൻ ഫോർ ഷെയറിംഗ് ഓഫ് ജനറേറ്റേഴ്സ് ബൈ കൺസ്യൂമേഴ്സ് ഓഫ് അഡ്ജസ്റ്റൻറ്റ് പ്രോപ്പർട്ടീസ് വിച്ച് ഡസ് നോട്ട് ഇൻവോൾവിങ് ക്ലോസിംഗ് ഓഫ് പബ്ലിക് റോഡ്സ്. ഇപ്പോൾ നമുക്ക് ജനറേറ്റർ ഉണ്ട്, അപ്പോൾ 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, 2 വില്ലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള സംഭവം. അപ്പോൾ അത് അവർ തമ്മിൽ ഈ ജനറേറ്റർ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അത് പബ്ലിക് റോഡ് ക്രോസ് ചെയ്യാത്ത രീതിയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അതിനുവേണ്ടി സാങ്ഷൻസ് എടുക്കണം. ജനറേറ്റർ വരുമ്പോൾ എന്തായാലും ഇൻസ്പെക്ടറേറ്റിൽ നമ്മൾ ചെല്ലും സാങ്ഷൻസിന് വേണ്ടി. അപ്പോൾ
അപ്പോൾ അതിനു വേണ്ടിയുള്ള സാങ്ഷൻ നമ്മുടെ ഡിസ്ട്രിക്റ്റ് അവിടെ ആ റേഞ്ചിൽ ഇടാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇഷ്യൂ ഓഫ് സ്കീം അപ്രൂവൽ ആൻഡ് സാങ്ഷൻ ഫോർ രജിസ്ട്രേഷൻ റൂൾ 71 ആൻഡ് 73 എക്സ്റേ നിയോൺസിൻ്റെ സ്കീം അപ്രൂവലിൻ്റെ സാങ്ഷൻ കൊടുക്കാനുള്ള അധികാരമാണ് പറയുന്നത്. സ്ക്രൂട്ടിനിറ്റി ഓഫ് സ്കീംസ് പെർട്ടൈനിങ് ടു ഹൈ റൈസ് ബിൽഡിംഗ്, ഇഷ്യൂ ഓഫ് സ്കീം അപ്രൂവൽസ് ആൻഡ് സാങ്ഷൻ ടു രജിസ്ട്രേഷൻ സബ്ജക്ട് ടു ലിമിറ്റേഷൻസ് എക്സ്പ്ലെയിൻഡ് അബവ്. അപ്പോൾ ഹൈ റൈസ് ബിൽഡിങ്ങിൻ്റെയും അവിടുത്തെ സ്കീം അപ്രൂവലിൻ്റെയും അതിൻ്റെ എനർജൈസേഷൻ്റെ ഒക്കെ സാങ്ഷൻസ് കൊടുക്കാം. അതിൻ്റെ ലിമിറ്റേഷൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, 1000 kV വരെയുള്ള ആ ലിമിറ്റേഷൻ ഉണ്ട്. റൂൾ 46 ഇൻസ്പെക്ഷൻസ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഇൻസ്റ്റലേഷൻ ആൻഡ് ഫോളോ അപ്പ് ആക്ഷൻസ്. റൂൾ 46 നമ്മൾ വേറെ പറയേണ്ടി വരും. അത് പ്രകാരമുള്ള ഇൻസ്പെക്ഷൻ ആൻഡ് ഫോളോ അപ്പ് ആക്ഷൻസ് ആണ് പറയുന്നത്. പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് എം ഇ ഇൻസ്റ്റലേഷൻ്റെ പീരിയോഡിക്കലായിട്ടുള്ള ഇൻസ്പെക്ഷൻസിന് വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ. ഇഷ്യൂ ഓഫ് സാങ്ഷൻ ഫോർ എനർജൈസേഷൻ ഓഫ് ടെമ്പററി ഇൻസ്റ്റലേഷൻ അണ്ടർ സെക്ഷൻ 35. ടെമ്പററി ഇൻസ്റ്റലേഷൻസ് ചിലതുണ്ടാവും നമ്മുടെ കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ. ഇപ്പോൾ DJ ഒക്കെ വെച്ച് പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ അതിൻ്റെ ഇൻസ്പെക്ഷനും അതിൻ്റെ എനർജൈസേഷൻ സാങ്ഷനൊക്കെ ഉള്ള പാർട്ടാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. സ്ക്രൂട്ടിനിറ്റി ഓഫ് സ്കീംസ് ഫോർ ME additions and alterations in the premises of ST and EST കൺസ്യൂമേഴ്സ്. നമ്മളിപ്പോൾ ചില വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഫർദർ അവിടെ ലോഡുകൾ ആഡ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ അത് ചിലപ്പോൾ ST കൺസ്യൂമർ ആവാം, EST കൺസ്യൂമർ ആവാം. ഓൾറെഡി ട്രാൻസ്ഫോമറൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് ലോഡ് ഉണ്ട്. അതിലിനി ഫർദർ ചിലപ്പോൾ മീഡിയം വോൾട്ടേജ് ലോഡായിരിക്കും ആഡ് ചെയ്യേണ്ടി വരിക. വേറെ ട്രാൻസ്ഫോമറൊന്നും വെക്കേണ്ടി വരില്ല. ഓൾറെഡി നമ്മൾ ട്രാൻസ്ഫോമർ കേപ്പബിലിറ്റി കൂട്ടിയിട്ടിട്ട് ഇനി ഭാവിയിൽ എന്തെങ്കിലും വരും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മോൾസിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വലിയ ഓഫീസ് ബിൽഡിങ്സ്, ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലത്തെ ഓഫീസ് ബിൽഡിങ്ങുകളിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അവർ ഓൾറെഡി പണി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഫർദർ അവിടത്തേക്ക് ലോഡ് ആഡ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ ഇതൊന്നും മാറ്റേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു എക്സ്ട്രാ പാനൽ ആഡ് ചെയ്യേണ്ടി വരും. വേറെ ഫ്ലോറിലായിരിക്കും. അപ്പോൾ ഫ്ലോർ വരെയുള്ള കേബിളിങ് അങ്ങനെയുള്ള കേസുകൾ വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഇത് പറയുന്നത് ST കൺസ്യൂമേഴ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ. അവിടെ ആഡ് ചെയ്യാൻ 3 ME ലോഡ്സ് ആയിരിക്കും ഫർദർ. ആൻഡ് ST അഡീഷൻ സബ്ജക്റ്റ് ടു ലിമിറ്റേഷൻ അണ്ടർ 1.1. അപ്പോൾ നേരത്തെ പറഞ്ഞതിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിട്ട് മോട്ടോർ കപ്പാസിറ്റിയുടെ ലിമിറ്റേഷൻ 500 HP വരെയാണ്. ST റീപ്ലേസ്മെൻറ്റ് വിത്തൗട്ട് കപ്പാസിറ്റി ചേഞ്ച് അണ്ടർ ഓൾ അറ്റ് കാറ്റഗറീസ് ഇൻ ST ആൻഡ് EST ഇൻസ്റ്റലേഷൻസ്. അപ്പോൾ ചിലപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ റീപ്ലേസ്മെൻറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ ST നോക്കാതെ തന്നെ റീപ്ലേസ്മെൻറ്റിനുള്ള സാങ്ഷൻസ് ഒക്കെ കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇഷ്യൂ ഓഫ് സ്കീം അപ്രൂവൽ ഫോർ MV കപ്പാസിറ്റേഴ്സ് ആൻഡ് ST കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റി ബിലോ 500 kV വരെ. അപ്പോൾ നമ്മൾ പവർ ഫാക്ടർ കറക്ഷന് വേണ്ടിയുള്ള കപ്പാസിറ്റർ പാനൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് 500 kV ബിലോയിലുള്ളതിലെല്ലാം അപ്രൂവൽസ് കൊടുക്കാനുള്ള അധികാരം ഡിസ്ട്രിക്റ്റ് ഓഫീസിനുണ്ട്. അതിൻ്റെ എനർജൈസേഷൻ സാങ്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇനിഷ്യൽ അപ്രൂവൽ എടുക്കും. അത് വർക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ ഇവർ എനർജൈസേഷൻ ഓർഡർ തരും, അല്ലെങ്കിൽ സാങ്ഷൻ തരും. അപ്പോൾ ആ സാങ്ഷനെ പറ്റിയാണ് നമ്മളിപ്പോൾ കുറേ ഇതിൽ കണ്ടു. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻക്വയറി ഇൻറ്റു ഇലക്ട്രിക്കൽ ആക്സിഡൻസ് ആൻഡ് ടേക്കിംഗ് ഫോളോ അപ്പ് ആക്ഷൻ. അപ്പോൾ ഇലക്ട്രിക്കൽ അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻസ് ഒക്കെ എടുക്കാനുള്ള അധികാരം. എൻക്വയറി ഇൻറ്റു കംപ്ലയിൻറ്റ്സ് ആൻഡ് ഇൻട്രപ്ഷൻസ് ആൻഡ് ടേക്കിംഗ് ഫോളോ അപ്പ് ആക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റുകളും ചെയ്യാൻ പറ്റും. ആസ് ഫിറ്റഡ് ഡ്രോയിങ് സബ്മിറ്റഡ് ഫർദർ ടു സ്കീം അപ്രൂവൽ ഫോർ ചീഫ് ഓഫീസ് ക്യാൻ ബി അപ്രൂവ്ഡ് ഫ്രം ഡിസ്ട്രിക്ട് ഓഫീസ്. there are only minor variations and the approved as fitted drawings shall be forwarded to chief office. അതായത് നമ്മൾ ഇനിഷ്യലി ഒരു ഡ്രോയിങ് ഇലക്ട്രിക്കൽ സ്കീം സിംഗിൾ ലൈൻ ഡയഗ്രാമും മറ്റു പല ഡ്രോയിങ്സുമായിട്ട് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അധികാരപരിധി പ്രകാരം ചിലപ്പോൾ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട സാധനമായിരിക്കാം. പക്ഷേ അതിൽ ഓൾറെഡി അവർ ചിലപ്പോൾ ഫൈനൽ ഡ്രോയിങ്സ്, അതായത് ആസ് ഫിറ്റഡ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞിട്ട് ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ കേബിളിൻ്റെ സൈസ് കൂട്ടിയിടേണ്ടി വന്നിട്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നോർമൽ ചെയ്ത് കഴിഞ്ഞാലും സൈറ്റിൽ കണ്ടീഷൻ പ്രകാരം പലതും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. ഈ മാറ്റങ്ങൾ വളരെ ചെറുതാണെങ്കിൽ അത് ഡിസ്ട്രിക്റ്റ് ഓഫീസിന് അതിൻ്റെ അപ്രൂവൽ ചെയ്ത് ചീഫ് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചെറിയ സ്വിച്ച് ഗിയേഴ്സിൻ്റെ ചേഞ്ച് ആയിരിക്കും, മൈന്യൂട്ട് ചേഞ്ചുകളായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുത്തെ ഡിസ്ട്രിക്റ്റ് ഓഫീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. കേരള സിനിമ റെഗുലേഷൻ റൂൾസ് സ്ക്രൂട്ടിനിറ്റി ഓഫ് സ്കീംസ് ഓഫ് നോൺ AC പെർമനൻറ്റ് ടെമ്പററി തിയേറ്റേഴ്സിൻ്റെ നോൺ AC ആയിട്ടുള്ള തിയേറ്റേഴ്സിൻ്റെ സ്കീം അപ്രൂവലും സർട്ടിഫിക്കറ്റ് കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്രൂവിങ് സ്കീം ഫോർ അഡീഷൻസ് ആൾട്രേഷൻ ഇൻ എക്സിസ്റ്റിംഗ് ഇൻസ്റ്റലേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഈ തിയേറ്റേഴ്സിൽ എന്തെങ്കിലും എക്സ്ട്രാ ലോഡ് ആഡ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ അപ്രൂവൽസ് ഇവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കൊടുക്കാം.
അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന നോട്ട്സിൽ പറയുന്നത് ഡെപ്യൂട്ടി ഇലക്ട്രിക് ഇൻസ്പെക്ടർ, അസിസ്റ്റൻ്റ് ഇലക്ട്രിക് ഇൻസ്പെക്ടേഴ്സാണ് ഇലക്ട്രിക് ഇൻസ്പെക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സാണ് ഈ കേരള സിമാർ റെഗുലേഷൻ റൂൾസ് പ്രകാരമുള്ളത് വരുന്നത്. അപ്പോൾ അവർ ഡെപ്യൂട്ടി ഇലക്ട്രിക് ഇൻസ്പെക്ടറിനെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം. നോമിനേഷൻ ഓഫ് ഡെപ്യൂട്ടി ഇലക്ട്രിക് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ചീഫ് ഓഫീസ് പീപ്പിൾ ബൈ ഡിസ്പെൻസ് ഹിയർ വിത്ത്. ഇലക്ട്രിക് ഇൻസ്പെക്ടേഴ്സ് may nominate deputy electric inspectors area wise ഡെപ്യൂട്ടി ഇലക്ട്രിക് ഇൻസ്പെക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം ടു പെർഫോം സ്പെസിഫിക് ഡ്യൂട്ടീസ് ആൻഡ് ഫംഗ്ഷൻ അണ്ടർ കേരള സിനിമ റൂൾസ് ഇൻക്ലൂഡിങ് പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് തിയേറ്റേഴ്സ് ആൻഡ് ഇഷ്യൂ ഓഫ് ഡി സർട്ടിഫിക്കറ്റ്സ് അണ്ടർ റൂൾ. അപ്പോൾ മിക്ക ഇതിപ്പോൾ സിനിമ റൂൾസ് അല്ലാണ്ടും നോർമൽ പല ഏരിയ വൈസുള്ള ഇൻസ്പെക്ഷൻസിന് ഡെപ്യൂട്ടി ഇലക്ട്രിക് ഇൻസ്പെക്ടേഴ്സ് ഡെപ്യൂട്ടി ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്.